മരണപ്പെട്ട വ്യക്തിയുടെ ഖബറിൻ്റെ അരികിലിരുന്ന് മറകെട്ടി ഖുർആൻ ഓതുന്നതും അവർക്ക് വേണ്ടി തന്നെ വീട്ടിലിരുന്ന് ഖുർആൻ ഓതുന്നതുമായി പ്രതിഫലത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഉസ്താദേ? ചോദിച്ചിരിക്കുന്നത് ശംസീർ തൃശ്ശൂരിൽ നിന്നും. അൽഹംദുലില്ലാഹ്, നല്ല ചോദ്യമാണ്. രണ്ടും പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. ഖബറിൻ്റെ അടുത്ത് മറകെട്ടിയിട്ട് അവിടെ ഇരുന്നു കൊണ്ട് ഓതുന്നതാണെങ്കിലും വീട്ടിൽ വന്നിരുന്ന് ഓതുന്നതാണെങ്കിലും പ്രതിഫലം കിട്ടുന്നതാണ്. മറ്റത് കുറച്ചുകൂടി അവരുടെ ബന്ധുമിത്രാദികൾക്ക് വലിയ സമാധാനം കിട്ടുന്ന കാര്യമാണ്. ഖബറിൻ്റെ ചാരത്തിരുന്ന് തന്നെ ഖുർആൻ ഓതുക. നമ്മുടെ തെക്കൻ കേരളത്തിലൊക്കെ വളരെ കുറവാണ്. ഇപ്പോൾ തിരുവനന്തപുരം, കൊല്ലം ജില്ലാ ഭാഗത്തൊക്കെ ഞാൻ അങ്ങനെ പറയുമ്പോൾ തന്നെ അവർ ചിന്തിക്കുന്നുണ്ടാവും അങ്ങനെയൊക്കെ നടക്കുമെന്ന്. പക്ഷേ വടക്കോട്ടൊക്കെ എല്ലാ സ്ഥലങ്ങളിലും ഖബറിൻ്റെ ചാരത്ത് തന്നെ പിന്നെ ഖബർ ഈ കൂടാരം പോലൊരു സാധനം ഓല കൊണ്ട് കെട്ടിയിട്ട് അവിടെ ഇരുന്ന് ഓതലാണ്. ഞാനിപ്പോൾ അടുത്ത് മുസ്തഫ എന്ന് പറയുന്ന ഖത്തറിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ്റെ ഉമ്മ മരണപ്പെട്ട പോലെ രണ്ടത്താണിയിൽ അദ്ദേഹത്തിൻ്റെ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ പോയിരുന്നു. അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഖത്തമിന് വേണ്ടി ഒരു പുര കെട്ടി ഖബറിൻ്റെ അടുത്തിരുന്ന് ഓതുകയാണ്. മുത്തഅല്ലിമീങ്ങൾ ഇടതടവില്ലാതെ വിശ്രമമില്ലാതെ ഓതുകയാണ്. അപ്പോൾ അത് 7-ൻ്റെ അന്നോ 11-ൻ്റെ അന്നോ അത് അഴിച്ച് കുട്ടികൾ ഇറങ്ങും. അതുവരെ രാത്രിയും പകലൊക്കെ വിശ്രമമില്ലാതെ മക്കൾ ഓതുകയാണ്. അവർക്ക് അതിനൊരു ഫീസൊക്കെ കൊടുത്തിട്ട് ആ ഉമ്മയുടെ ഖബറിൻ്റെ ചാരത്ത് ഇങ്ങനെ ഖുർആൻ കേട്ടുകൊണ്ടിരിക്കുക. അതിൻ്റെ അകത്ത് മലക്കുകൾ ചോദ്യം ചെയ്യുമ്പോൾ അവർ ശിക്ഷിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ മുകളിൽ നിന്ന് ഖുർആൻ ഓതുക. അങ്ങനെ ഒരു മാനസിക സങ്കല്പം തീർച്ചയായിട്ടും ബന്ധുക്കൾക്കൊരു വലിയ സമാധാനം ഉണ്ടാക്കും. അതോടൊപ്പം തന്നെ ആ മയ്യത്തിന് ഒരു വലിയ റാഹത്താണല്ലോ ഖബറിൻ്റെ മുകളിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ അബുദാബിയിലെ ഷെയ്ഖ് സായിദ് നഹിയാൻ അള്ളാഹു ഖബർ ഉന്നതിയിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ, ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ആ രാജ്യത്തെ അങ്ങനെ ആക്കിയതാണ്. ആ രാജ്യത്തെ ആ രീതിയിലാക്കിയെടുത്ത മഹാനാണ്. അദ്ദേഹത്തിൻ്റെ ഖബറിൻ്റെ ചാരത്ത് 24 മണിക്കൂറും ഖുർആൻ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ ഒരു റെക്കോർഡ് ഇട്ടിരിക്കുന്നതല്ല, ഒരാൾ ഓതി തീർന്നാൽ അടുത്ത ആൾ ഓതുക. അങ്ങനെ രാത്രിയും പകലുമായിട്ട് ഖുർആൻ പാരായണം, അതൊരു വലിയ ഭാഗ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഖബറിൻ്റെ ചാരത്തിരുന്ന് ഓതിയാൽ കൂടുതൽ കൂലി കിട്ടുമെന്ന് ചോദിച്ചാൽ കൂലി തരുന്നത് അള്ളാഹുവാണ്. പക്ഷെ നമുക്ക് കൂടുതൽ സമാധാനവും കൂടുതൽ റാഹത്തും കിട്ടാൻ അതൊരു കാരണമാണ്. വീട്ടിലിരുന്നാണെങ്കിലും ലോകത്ത് എവിടെ ഇരുന്നാണെങ്കിലും ഉമ്മാക്ക് വേണ്ടി വാപ്പാക്ക് വേണ്ടി നിയ്യത്ത് ചെയ്ത് ഒരു യാസീനെങ്കിലും ഓതുന്നതിന് തീർച്ചയായിട്ടും വലിയ പ്രതിഫലമുണ്ട്. അള്ളാഹു അങ്ങനെ സ്നേഹമുള്ള മക്കളാക്കി നമ്മെയും അള്ളാഹു മാറ്റട്ടെ. ആമീൻ.